എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ 2024-25 കരമടച്ച് അത് എല്ലാവരും അക്ഷയയിൽ അല്ലെങ്കിൽ കൊണ്ടുപോയി അത് പുതുക്കണം എന്നൊക്കെയുള്ള ഒരു അറിയിപ്പാണ്. അപ്പോൾ 2023 ഇതേ സെയിം വാർത്തകൾ തന്നെ വന്നു, 2022 വന്നു. നമുക്ക് PM കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രം കരമടച്ച് ലാൻഡ് സീഡിങ് ചെയ്താൽ മതി. പിന്നെ അത് റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ഒരു സംശയം മാറാനായിട്ട് നമ്മൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്നത്തെ അപ്ലോഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് എയിംസ് പോർട്ടൽ ലോഗിൻ ചെയ്യേണ്ടത്, ലാൻഡ് സീഡിങ്ങിന്റെ റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് എങ്ങനെയാണ് നോക്കേണ്ടത്, അതിനകത്ത് നമ്മുടെ അപ്ഡേഷൻ ജനറേറ്റഡ് ആയിട്ടുണ്ടോ, നമ്മൾ ഏത് വർഷത്തെ വരെ കരമടച്ചത് അവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഗൂഗിളിൽ കയറുക. ഇവിടെ എയിംസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. AIMSPORTAL എയിംസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന എയിംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണാം ഫാർമർ ലോഗിൻ എന്നുള്ളത്. ആ ഫാർമർ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നമ്മുടെ താഴത്ത് ക്യാപ്ചയും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു OTP കൂടെ വരും, അതവിടെ സബ്മിറ്റ് ചെയ്യണം. അത് പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷനാണ്. അപ്പോൾ യൂസർ ID അറിയാത്തവർ, രജിസ്ട്രേഷൻ ID അറിയാത്തവർ രജിസ്ട്രേഷൻ നമ്പർ മറന്നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ എയിംസ് പോർട്ടലിനായിട്ട് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബെനിഫിഷ്യറി ID. ഈ ID എവിടെയെങ്കിലും ബുക്കിലോ പേപ്പറിലോ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. ഈ നമ്പർ നമുക്ക് രജിസ്ട്രേഷൻ ID ആണ്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് മുകളിൽ ക്ലോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പാസ്വേഡ് ആണ്. അപ്പോൾ പാസ്വേഡ് മറന്നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് അറിയാമെങ്കിൽ നമുക്കത് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ പാസ്വേഡ് മറന്നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന രജിസ്റ്റർ ID നമ്പർ അതിവിടെ എൻ്റർ ചെയ്യുക. ആദ്യം രജിസ്ട്രേഷൻ ID എന്നുള്ളിടത്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ആയിരിക്കും എല്ലാം വരുന്നത്. ചെറിയ അക്ഷരം തന്നെ എല്ലാം കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്യണം. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അത് നമുക്ക് വരുന്നത് അക്കങ്ങളല്ല, അക്ഷരമാണ് വരുന്നത്. ക്യാപിറ്റൽ ലെറ്റർ 5 അക്ഷരമാണ് നമുക്ക് വരുന്നത്. അവിടെ യൂസ് എന്ന് കഴിഞ്ഞിട്ടുള്ള ആ 5 അക്ഷരമാണ് നമ്മുടെ OTP. അതവിടെ എൻ്റർ ചെയ്യണം. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ യൂസ് കഴിഞ്ഞിട്ടുള്ള 5 ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മുടെ OTP. അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, അപ്പോൾ നിങ്ങളുടെ പേരിൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, വലിയ അക്ഷരം കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം ചെറിയ അക്ഷരമായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അറ്റും 1 2 3 എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേരും ഒരു അറ്റും അല്ലെങ്കിൽ ഒരു ഡോട്ട് 1 2 3 എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ സെയിം താഴെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം വലിയ അക്ഷരം അവിടെ കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം ചെറിയ അക്ഷരം കൊടുത്തിട്ട് ഒരു അറ്റോ അല്ലെങ്കിൽ ഡോട്ട് കൊടുത്തിട്ട് 1 2 3 എന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ പാസ്വേഡ് അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കിത് നേരത്തെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് സേവ് ആണ് പാസ്വേഡുകളൊക്കെ. അപ്പോൾ നമ്മളത് എൻ്റർ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്ന ID ഒന്നുകൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ നമ്മുടെ പാസ്വേഡ് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും തൊട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ലോഗിൻ ചെയ്യുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ്. നമ്മൾ ലോഗിൻ ചെയ്താലും നമുക്ക് ഒരു OTP കൂടെ നമ്മുടെ ഫോണിലേക്ക് വരും. അത് 5 അക്ക നമ്പറാണ്. ആ 5 അക്ക നമ്പർ നമ്മുടെ ഫോണിലേക്ക് വരും. ആ 5 അക്ക നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ്.
നമ്മൾ ലോഗിൻ ചെയ്താൽ ഒരു OTP കൂടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ഥല വിവരങ്ങൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ലാൻഡ് സീഡിങ് ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സ്ഥല വിവരങ്ങൾ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഈ ഇടതുവശത്ത് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ആ എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോഴത്തേക്കും വെരിഫൈ റവന്യൂ ലാൻഡ് റെക്കോർഡ് എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം നമ്മൾ ടാക്സ് അടച്ചിരിക്കുന്ന വർഷം. ഇതിപ്പോൾ 24-25 ടാക്സ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 24-25 എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ടാക്സ് പെയ്ഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടാക്സ് അടച്ചിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ തണ്ടപ്പേര് നമ്പർ, സബ് ഡിവിഷൻ നമ്പർ എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുതുക്കിയതല്ല, നമ്മൾ ടാക്സ് അടച്ചു. 2024-25 ടാക്സ് അടച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അവിടെ ജനറേറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് പുതുക്കേണ്ടതോ അല്ലെങ്കിൽ എല്ലാ വർഷവും പോയി എയിംസ് പോർട്ടലിനകത്ത് പുതിയ കരം അടച്ചത് കൊണ്ട് പുതുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ലാൻഡ് ടാക്സ് അടയ്ക്കുക. കാരണം ലാൻഡ് ടാക്സ് കുറേ പെൻഡിങ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ലാൻഡ് ടാക്സ് കറക്റ്റായിട്ട് അടച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണങ്ങൾ ഒന്നും തന്നെ മുടങ്ങുകയില്ല. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അപ്രൂവ്ഡ്, റിമാർക്സ് അപ്രൂവ്ഡ്, റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഒറ്റ പ്രാവശ്യം അത് അവർ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരുടെ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 3-4 വട്ടമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊറ്റ പ്രാവശ്യം മാത്രമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ഇന്നേ വരെയും തുക മുടങ്ങിയിട്ടുമില്ല. കാരണം റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ ഒറ്റ തവണ മാത്രം പുതുക്കൽ നടപടിയേ ഉള്ളൂ. വീണ്ടും നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി റവന്യൂവിനകത്ത് നമുക്കിത് വെരിഫൈഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് നോക്കുമ്പോൾ 2024-25 ലാൻഡ് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട്. നമ്മൾ അടച്ച എമൗണ്ട് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അടച്ച ഡേറ്റ് അവിടെ അറിയാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അത് ഓട്ടോ ജനറേറ്റഡ് ആണ്. നമ്മൾ ഇവിടെ ലാൻഡ് ടാക്സ് കരമടച്ച് കഴിയുമ്പോൾ തന്നെ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ PM കിസാന്റെ ലാൻഡ് സീഡിങ്ങിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് 24-25 കരം ഇന്നയാൾ അടച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ പുതുക്കുന്നത്? അപ്പോൾ അങ്ങനെ പുതുക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെ എന്തിനാണ് ഇങ്ങനെ പുതുക്കാനായിട്ടുള്ള വാർത്തകൾ വരുന്നത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും കൃഷി ഓഫീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പുതുക്കൽ എന്നുള്ളൊരു പരിപാടി വന്നിരിക്കുന്നത്? ഒറ്റ പ്രാവശ്യം മാത്രം പുതുക്കാൻ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രം പുതുക്കിയാൽ മതി. വീണ്ടും നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കുമ്പോൾ എല്ലാ വർഷവും ലാൻഡ് ടാക്സ് അടയ്ക്കുമ്പോൾ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ നമ്മൾ ഈ എയിംസ് പോർട്ടലിൽ ഇപ്പോൾ ചെക്ക് ചെയ്തതുപോലെ തന്നെ അവിടെ നമുക്ക് അതേ വർഷം അടച്ചിരിക്കുന്ന ഡേറ്റും ഏത് വർഷമാണ് അടച്ചിരിക്കുന്നത്, എത്ര രൂപയാണ് അടച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്ഥലം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അപ്രൂവൽ എന്നുള്ള റിജക്റ്റ് ആയി മാറും. നമ്മളെ റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് അവിടെ നിന്ന് മാറുകയും ചെയ്യും. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു പുതുക്കൽ എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവരും ഓടി നടക്കുന്ന സമയമാണ്. ഇത് പുതുക്കാൻ പറഞ്ഞു ആരാണ് പുതുക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടില്ല പുതുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയും നിങ്ങൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ PM കിസാൻ എന്നുള്ളൊരു പദ്ധതി എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, അല്ലാതെ വെറും വാർത്തകൾ മാത്രമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. PM കിസാൻ സമ്മാൻ നിധിയിൽ പല കാര്യങ്ങളും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.